Good morning. Okay. എത്ര പേരായി? 8 കുട്ടികളായി അല്ലേ? ഓക്കെ. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചായിരുന്നോ? ഇന്നലെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ? ക്ലിയർ അല്ലേ? നമ്മുടെ ഇന്നലെ പറഞ്ഞത് അവിടെ ജോബ് ഓഫർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ? ജോബ് ഓഫർ, ടൈപ്സ് ഓഫ് ജോബ് ഓഫർ ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷന്റെ ബേസിൽ നമുക്ക് കണ്ടീഷണൽ ജോബ് ഓഫർ ഉണ്ട്, ഫൈനൽ ജോബ് ഓഫർ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഓൺ ദ കോമ്പൻസേഷൻ ഡിസിഷനെ ബേസ് ചെയ്തിട്ട് ലോ ജോബ് ഓഫർ ഉണ്ട്, then കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ ഉണ്ട്, ഹൈ ജോബ് ഓഫർ ഉണ്ട്, മാക്സിമം ജോബ് ഓഫർ ഉണ്ട് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ഇതിൽ പറഞ്ഞ കാര്യമാണ്. ഹൈ ജോബ് ഓഫ് ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? മാർക്കറ്റിൽ എത്രയാണോ ആ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവായിരിക്കും അവർക്ക് ഓഫർ ചെയ്യുന്ന സാലറി കാര്യങ്ങൾ. ഓക്കെ. കോമ്പറ്റീറ്റീവ് ജോബ് ഓഫറിൽ നമ്മുടെ സെയിം ഇൻഡസ്ട്രിയില് മറ്റുള്ള ഓർഗനൈസേഷൻസ് എത്രയാണോ കൊടുക്കുന്നത് ആ സാലറി പാക്കേജ് തന്നെയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. മാർക്കറ്റിൽ എത്ര രൂപയാണോ സാലറി വരുന്നത് അതിന്റെ കൂടുതലായിരിക്കും ഹൈ ജോബ് ഓഫർ. നാലാമത്തെയാണ് മാക്സിമം ജോബ് ഓഫർ എന്ന് പറയുന്നത്. മാക്സിമം ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് എത്രയാണോ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് അതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ലോ ജോബ് ഓഫർ ആവാം, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ ആവാം, ഹൈ ജോബ് ഓഫർ ആവാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ കമ്പനി. ആ കമ്പനിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അതാണ് മാക്സിമം, ആ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടന്റ് ആണ് പറഞ്ഞത്. കണ്ടന്റ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്. എന്തൊക്കെയാണ് കണ്ടന്റ് അല്ലെ? ജോബ് പൊസിഷൻ പറയണം, പ്രതിഫലം റിമ്യൂണറേഷൻ അതിനകത്ത് ഉൾപ്പെടുത്തണം, എംപ്ലോയിയുടെ ബെനിഫിറ്റുകൾ പറയണം, പിന്നെ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് സാലറി ഇൻക്രിമെന്റ് പീരീഡ്, പ്രകടന വിലയിരുത്തലുകളും സാലറി നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യുന്ന ആ കാലഘട്ടവും, പിന്നെ എന്താണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഡേറ്റ്, പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് അല്ലെ? എവിടേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് പോസ്റ്റിംഗ് അത് പറയണം. ജോബ് ഓഫറിന്റെ പർട്ടിക്കുലർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയണം. പിന്നെ കമ്പനിയുടെ പോളിസിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ പറയണം. പിന്നെ എംപ്ലോയിക്കും എംപ്ലോയറിനും സൈൻ ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം. പിന്നെ അടുത്ത് സിഗ്നേച്ചർ നമ്മൾ ചെയ്യണത് അവിടെ ആയിട്ട് ഡേറ്റ് എഴുതാനുള്ള സ്പേസും വേണം. ഇത്രയും കാര്യങ്ങളല്ലേ ഇന്നലെ നോക്കിയത്? എല്ലാവരും കറക്റ്റ് ആയിട്ട് വായിച്ചു വെക്കുന്നില്ലേ? ക്ലാസ്സുകള് എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നോർത്താണ്. നിങ്ങൾ അതനുസരിച്ച് ചെയ്തോളൂല്ലോ. അന്നന്ന് എടുക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ വായിച്ചു വെക്കുക. അപ്പൊ നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ. വായിച്ചില്ല എല്ലാവരും? കൃത്യമായിട്ട് തന്നെ വായിച്ചു വെക്കണം. ഓക്കെ. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ കയറിയത് ക്ലാസ്സില്? ഓക്കെ അല്ലേ? ഇനി യെസ്, ഇപ്പൊ നമ്മൾ കണ്ടന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇനി നോക്കിയേ നമുക്ക് എങ്ങനെയാണ് ഒരു സാമ്പിൾ നോക്കി, ഒരു ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്, നമ്മൾ ആ ഒരു ജോബ് ഓഫറിന്റെ ആ ഒരു ലെക്ചർ, ആ ലെക്ചറിന്റെ ഒരു സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിനകത്തുനിന്ന് അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചധികം കണ്ടിട്ടില്ല, എങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ലെക്ചർ നമുക്ക് ഒരു ജോബ് ഓഫർ കൊടുക്കുമ്പോൾ കമ്പനിയാണ് കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നത് അല്ലെ? ഓഫർ ലെറ്റർ. അപ്പൊ അതിനകത്ത് കണ്ടന്റ് എത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ, എന്താണ് ഒരു സാമ്പിൾ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫർ? ആ ലെറ്ററിൽ അതിന്റെ ഒരു സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ നോക്കിയേ, കമ്പനി ഇൻഫർമേഷൻ ഓൺ ലെറ്റർ ഹെഡ്. ഒന്നാമത്തെ ഏറ്റവും ടോപ്പിൽ എന്താ എഴുതേണ്ടത്? കമ്പനിയുടെ ഇൻഫർമേഷൻ എങ്ങനെ ലെറ്റർ കാർഡില് അല്ലെങ്കിൽ ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്യാം അല്ലേ? എല്ലാ കമ്പനികൾക്കും എല്ലാവർക്കും ഇല്ലേ മെയിൽ ID? നമുക്കും ഉണ്ട് അല്ലെ മെയിൽ ID. അപ്പൊ കമ്പനിയുടെ മെയിൽ ID ആണ് അവിടെ ഏറ്റവും ടോപ്പിലായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നോക്കിയേ, താഴെ എന്താ? ഡേറ്റ്. അത് എഴുതുന്ന ഡേറ്റ്, എന്നാണോ ആ ലെറ്റർ എഴുതുന്നത് ആ ഡേറ്റ്. നെയിം ഓഫ് റെസിപ്പിയന്റ്, ഇനി ആർക്കാണോ അത് അയക്കുന്നത്. ഇപ്പൊ സൗമ്യക്കാണെങ്കിൽ അവിടെ സൗമ്യയുടെ പേര് എഴുതണം, കാവ്യക്കാണെങ്കിൽ കാവ്യയുടെ പേര് എഴുതണം, അശ്വിനാണെങ്കിൽ അശ്വിന്റെ പേര് എഴുതണം. റെസിപ്പിയന്റ് ആരാണ്, ആർക്കാണ് നമ്മൾ ആ ലെറ്റർ എഴുതുന്നത്, അയാൾക്കുടെ പേര് അവിടെ എഴുതണം. അപ്പൊ നമുക്ക് നെയിം ഓഫ് റെസിപ്പിയന്റ് എന്നാണ് ശരിക്കും ലെറ്റർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അയാൾക്കുടെ പേര് അവിടെ എഴുതണം.
Then title എന്ന് പറഞ്ഞ ഹെഡിങ് ആണ്. എന്തിനു വേണ്ടിയാണ്, ഇതിപ്പോ എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുക്കണം. നെയിം ഓഫ് ദ കമ്പനി, അടുത്തത് കമ്പനിയുടെ പേര് എഴുതണം. അഡ്രസ് ഓഫ് കമ്പനി, കമ്പനിയുടെ അഡ്രസ് എഴുതണം. പിന്നെ എന്ത് എഴുതണം? ഡിയർ, നെയിം ഓഫ് റെസിപ്പിയന്റ്. ആർക്കാണോ നമ്മളത് എഴുതുന്നത്, സൗമ്യക്കാണെങ്കിൽ ഡിയർ സൗമ്യ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം. ഓക്കെ, നമ്മൾ ലെറ്റർ എഴുതുമ്പോ അങ്ങനെയല്ലേ, അങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ പേരാണെങ്കിൽ പേര്, ഇപ്പൊ ഗൗരിക്കാണെങ്കിൽ ഡിയർ ഗൗരി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങണം. നെയിം ഓഫ് റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ റെസിപ്പിയന്റ് പേരാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യമാണ് ആ ലെറ്ററിൽ വന്നേക്കണം? മാറ്റർ എന്താന്ന് നോക്കിയേ. It is a matter of great pleasure for us to give you an offer of employment at the name of the company. അവിടെ കമ്പനിയുടെ പേര് എഴുതാം. ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ പേര് എഴുതും. അപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ടേ, ആ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട്, ഏത് കമ്പനിയാന്ന് വെച്ചാൽ കമ്പനിയുടെ പേരാണ് അവിടെ. ആ കമ്പനിയുടെ പേരില് ജോബ് ഓഫർ നൽകുന്നതിന് ഞങ്ങള് വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. ഈ കമ്പനിയുടെ പേര്, ഇതിന്റെ കമ്പനിയുടെ പേരില് ഞങ്ങള് ജോബ് ഓഫർ നിങ്ങൾക്ക് നൽകുന്നതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് നമ്മൾ ആ ലെറ്റർ എഴുതുമ്പോൾ തുടങ്ങുന്നത്. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഗ്രേറ്റ് പ്ലഷർ, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഫോർ അസ് ടു ഗിവ് യു ആൻ ഓഫർ, നിങ്ങൾക്ക് ആ ജോബ് ഓഫർ നൽകുന്നതിന് ഞങ്ങൾക്ക് കമ്പനിയുടെ പേരിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. We hope that your knowledge, skills, abilities and experience will prove to be an asset for our company. ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്താ, നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ കഴിവുകള്, എബിലിറ്റി, എക്സ്പീരിയൻസ്, ഇതൊക്കെ ഞങ്ങളുടെ കമ്പനിക്ക് ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറയാണ്. വി ഹോപ്പ് ദാറ്റ്, ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, അത് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അറിവും കഴിവും എക്സ്പീരിയൻസും ഇതെല്ലാം ഞങ്ങളുടെ കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആസ് പെർ കോൺവെർസേഷൻ, നമ്മുടെ കോൺവെർസേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ദ പൊസിഷൻ ഈസ് ഡെസിഗ്നേഷൻ. അവിടെ ഡെസിഗ്നേഷൻ ഏതാണ്? പദവി. മാനേജർ ആണെങ്കിൽ മാനേജർ. അപ്പൊ നമ്മള് കോൺവെർസേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ദ പൊസിഷൻ ഈസ്, അവിടെ ഡെസിഗ്നേഷൻ എന്താ? ക്ലർക്ക് ആണെങ്കിൽ ക്ലർക്ക് എന്ന് എഴുതാം. ദ പൊസിഷൻ ഈസ് ക്ലർക്ക്. അല്ലെങ്കിൽ മാനേജർ എന്നാണെങ്കിൽ ദ പൊസിഷൻ ഈസ് മാനേജർ. മനസ്സിലായില്ലേ? അവിടെ ഏതാണ് ആ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ പദവി, ഏത് പോസ്റ്റ് ആണ് അത് അവിടെ എഴുതണം. യുവർ ഡേറ്റ് ഓഫ് ജോയിനിങ് വിൽ ബി ദ ജോയിനിങ് ഡേറ്റ്. കണ്ടോ, അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഇന്ന ഡേറ്റ് ആണ്. ഒരു എന്താ 5/3/2026 അന്നാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. കണ്ടോ, ആ ജോയിനിങ് ഡേറ്റ് എന്നാണോ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ആ ജോയിനിങ് ഡേറ്റ് അവിടെ എഴുതണം. ദ ഡേറ്റ് ഓഫ് ജോയിനിങ് വിൽ ബി, അവിടെ ജോയിനിങ് ഡേറ്റ് ഏതാന്ന് വെച്ചാൽ ആ ഡേറ്റ് എഴുതി. The enclosure of the employee handbooks given a brief detail about the medical and the retirement gains offered by your company. ഇതിനകത്ത് ഒരു എൻക്ലോഷർ, അല്ലെങ്കിൽ നമുക്ക് എന്താ എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ, കത്തിനോടൊപ്പം ചേർക്കുന്ന ഡീറ്റെയിൽസ്, അതായത് ഒരു ബ്രീഫ് ഡീറ്റെയിൽസ്, അതിന്റെ ഒരു ഹാൻഡ് ബുക്ക്, കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളില്ലേ, മെഡിക്കൽ റിട്ടയർമെന്റ് നേട്ടങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു എംപ്ലോയിയുടെ ഹാൻഡ് ബുക്ക്, എംപ്ലോയിക്ക് എന്താണ് ഒരു ഹാൻഡ് ബുക്ക് കൂടി അതിന്റെ ഒപ്പം എന്താ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽ കൂടി ആ കത്തിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അറിയാനായിട്ട്. If you accept this employment offer, ഇനി നിങ്ങൾ ഈ എംപ്ലോയ്മെന്റ് ഓഫർ, തൊഴില് നമ്മൾ ഓഫർ ചെയ്യാണല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് പുട്ട് യുവർ സിഗ്നേച്ചർ ഓൺ ദ സെക്കൻഡ് കോപ്പി ഓഫ് ദിസ് പർട്ടിക്കുലർ ഓഫർ ലെറ്റർ. ഈ ഓഫർ ലെറ്ററിന്റെ സെക്കൻഡ് കോപ്പിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം മതി. ജോബ് ഓഫർ തന്നു, പക്ഷെ എനിക്കത് വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, നമ്മൾ അതിന് പോകാൻ വില്ലിങ് ആണ്, നമുക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ പർട്ടിക്കുലർ ഓഫർ ലെറ്ററിന്റെ ആ സെക്കൻഡ് കോപ്പിയിൽ അവിടെ സിഗ്നേച്ചറിനുള്ള കാൻഡിഡേറ്റ്സിന്റെ സിഗ്നേച്ചറിന്റെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ നിങ്ങൾ സൈൻ ചെയ്യണം. എന്നിട്ടോ ആൻഡ് particular second copy of this particular offer letter it is in the provided space and returned to us. എന്നിട്ട് സൈൻ ചെയ്ത് വീട്ടിൽ വെച്ചാൽ പോരാ, അതെന്ത് ചെയ്യണം? തിരികെ മടക്കി അയക്കണം.
നമുക്കത് താല്പര്യമാണെങ്കിൽ നമ്മൾ അത് സേവ് ചെയ്ത് തിരികെ മടക്കി അയക്കണം. ഇനി നോക്കിയേ, ഫോർ യുവർ കൺവീനിയൻസ്, നിങ്ങളുടെ സൗകര്യാർത്ഥം എ സ്റ്റാമ്പ്ഡ് ആൻഡ് സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് ഈസ് എൻക്ലോസ്ഡ് ദം. ഇനി നമ്മൾ അത് തിരിച്ചയക്കണമെങ്കിൽ നമ്മൾ പിന്നെ എൻവലപ്പ് ഇതൊന്നും മേടിക്കാൻ ഇങ്ങനെ സ്റ്റാമ്പും ഇതൊന്നും മേടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. എന്താ, അവര് അതിന്റെ ഒപ്പം തന്നെ ആ ലെറ്ററിന്റെ ഒപ്പം തന്നെ എന്ത് വെച്ചിട്ടുണ്ട്, സ്റ്റാമ്പ്ഡ് ആൻഡ് സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ്, നമ്മള് സ്വന്തം അഡ്രസ് എഴുതിയിട്ടുള്ള സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഒരു എൻവലപ്പ് ആ കത്ത് അത് എൻക്ലോസ്ഡ് ആ ഓഫർ ലെറ്ററിനോടൊപ്പം വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് അതിൽ ഓക്കെ ആണെങ്കിൽ നമ്മൾ സൈൻ ചെയ്ത് എന്ത് ചെയ്യണം, അത് തിരിച്ച് കമ്പനിക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അത് നമ്മൾ പിന്നെ അന്വേഷിച്ചൊന്നും നടക്കണ്ട. അതാണ് നമ്മുടെ സൗകര്യാർത്ഥം അവിടെ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു കവർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇട്ടിട്ട് കമ്പനിക്ക് തിരിച്ച് നമ്മൾ അത് മടക്കി അയച്ചു കൊടുക്കണം. ലുക്കിംഗ് ഫോർവേഡ് ടു വെൽക്കം യു ആസ് our new employee and working with the name of the company. അവിടെ നമ്മൾ കമ്പനിയുടെ പേര് എഴുതണത് എന്താണ്, അപ്പൊ ഒരു പുതിയ എംപ്ലോയി ആയിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് ഞങ്ങള് ആ കമ്പനിയുടെ പേരിൽ വർക്ക് ചെയ്യാനായിട്ട് പുതിയ എംപ്ലോയി ആയിട്ട് നിങ്ങൾ സ്വാഗതം ചെയ്യാനായിട്ട് ഞങ്ങള് ആകാംക്ഷയോടെ അവിടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് ചുരുക്കാണ്. ഓക്കെ, താങ്ക്സ് ആൻഡ് റിഗാർഡ്സ്, നമ്മള് നന്ദിയും ആശംസകളും ഒക്കെ നമ്മുടെ യുവർ നെയിം എന്ന് പറഞ്ഞാൽ ആരാത്, ആ ലെറ്റർ ആരാ എഴുതണത്, അയാളുടെ പേരാണ് അവിടെ. യുവർ നെയിം, ടൈറ്റില്, അയാളുടെ പൊസിഷൻ ഏതാണ്, അത് എഴുതുക, എൻക്ലോസ്ഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഓഫർ ലെറ്റർ. അതിന്റെ ഒരു സാമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ വേഗം. ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ രീതിയിലാണ് ഒരു സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇതിന്നൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. എങ്കിലും നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കുക കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, നോക്കിയില്ലേ? ഇനി നെക്സ്റ്റ് നോക്കി, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, ഒരു കരാറ്. നമ്മള് എന്റെ ജോലിയൊക്കെ ഒരു കോൺട്രാക്ട് ബേസിൽ ഒരു കരാറടിസ്ഥാനത്തിലാണ് നമ്മള് ഇത്ര നാള് അല്ലെങ്കിൽ ഇത്ര നാള് ഇവിടെ വർക്ക് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ ആ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ആണ് കേട്ടോ, കരാറാണ് പറയുന്നത്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. ദ ടേം കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, തിരിച്ചും പറയാം, എംപ്ലോയ്മെന്റ് കരാർ എന്ന് പറയുന്നത് എന്താ, ഈസ് എ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലുള്ളതാ, എംപ്ലോയി ആൻഡ് എംപ്ലോയർ. എംപ്ലോയിയും തമ്മിലുള്ള ഒരു കരാറാണ് ഏത്, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ, ആരൊക്കെ തമ്മിലുള്ളതാണെന്ന് ചോദിക്കാം. കോൺട്രാക്ട് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ, എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്, ഇതൊരു ഡോക്യുമെന്റ് ആണ്. ദാറ്റ് ഡീറ്റെയിൽസ് ദ റെസ്പോൺസിബിലിറ്റി. എന്താണ്, ഇതൊരു ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞു. അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്, ഡീറ്റെയിൽസ് ദ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങള്, റൈറ്റ്സ്, അവകാശങ്ങള്, ആൻഡ് ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കടമകൾ, ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഒരു എംപ്ലോയറിന്റെ എംപ്ലോയിയുടെ ഒക്കെ എന്താണ് റെസ്പോൺസിബിലിറ്റി, റൈറ്റ്, അവകാശങ്ങള്, ഒബ്ലിഗേഷൻസ്, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു കോൺട്രാക്ട് ആണ് ഏത്, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. ഇനി നോക്കി, അപ്പൊ നമ്മൾ പറഞ്ഞു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ എന്താ, ഒരു എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണിത്.
അതിനകത്ത് എന്താ, ഇതൊരു ഡോക്യുമെന്റ് ആന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുക? റെസ്പോൺസിബിലിറ്റീസ്, റൈറ്റ്സ്, ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞ കടമകൾ. ഇതൊക്കെ ഒരു എംപ്ലോയറിന്റെയും എംപ്ലോയിയുടെയും ഉത്തരവാദിത്തങ്ങള്, അവകാശങ്ങള്, കടമകള് ഇതൊക്കെ കാണിക്കുന്ന, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണിത്. Previously, contract of employment were mostly verbal. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് വെർബലാണ്, വാക്കാലാണ്. വേറെ ഡോക്യുമെന്റ് ആയിട്ട് വേറെ എന്താ സ്റ്റാമ്പ്ഡ് പേപ്പറിൽ ഒന്നും എഴുതി സൈൻ ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട. പണ്ടെന്ന് പറഞ്ഞാൽ അത് വെർബലായിട്ട് വാക്ക് കൊണ്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. പക്ഷേ നോക്കിയേ, അപ്പൊ പണ്ട് എങ്ങനെയാണ് നമ്മുടെ പ്രീവിയസ്ലി കാലത്ത് ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് വെർബൽ ആയിരുന്നു. ഇറ്റ് വാസ് ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയർ. അപ്പൊ അങ്ങനെ വെർബൽ ആവുമ്പോഴേ എംപ്ലോയറിന് ഒരു ബെനിഫിഷ്യൽ ആണെന്നത്. എന്താ? ബിക്കോസ് എംപ്ലോയി ഹാഡ് നോ കോൺക്രീറ്റ് റൈറ്റ്സ് ടു ദെയർ എംപ്ലോയ്മെന്റ്. അതായത് അപ്പൊ അവിടെ പ്രത്യേക അവകാശങ്ങളോ കാര്യങ്ങളോ അവിടെ ഒന്നും പ്രത്യേകമായിട്ട് പറയല്ല, വാക്കാലുള്ളതാണ്. അല്ലാതെ എഗ്രിമെന്റ് പോലെയോ അല്ലെങ്കിൽ സൈൻ ചെയ്യോ അതിന് കറക്റ്റ് പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറുതെ വാക്കുകൊണ്ട് വെർബലായിട്ട് പറയണമെന്നുള്ളൂ. അത് ഒരു എംപ്ലോയറിനെ സംബന്ധിച്ച് വളരെയധികം ബെനിഫിഷ്യൽ ആണ്. ആൻഡ് of their employment and the employers can fire them for any reason. കണ്ടോ, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അവർക്ക് ആ എംപ്ലോയിനെ വേണമെങ്കിൽ എന്താ പിരിച്ചുവിടാം. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഏത് കാരണത്താലും അവരെ പിരിച്ചുവിടാൻ പറ്റും. ഇപ്പൊ നമ്മൾ ജോലി, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാവുന്ന ഒരു കോൺട്രാക്ട് നമ്മൾ വെർബലി പറഞ്ഞു. അവിടെ ആ ഒരു എംപ്ലോയിക്ക് തെളിയിക്കാൻ വേറെ പ്രൂഫ് ഒന്നുമില്ല. ഒരു പേപ്പറിലൊക്കെ എഴുതി സൈൻ ചെയ്തൊക്കെ തരികയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും കാണിക്കാം. ഇത് അവർ രണ്ടുപേരും വാക്കാ പറഞ്ഞ കാര്യമല്ലേ, തേർഡ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജോലിക്ക് കയറി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേ ജോലി അത്ര ഇതല്ല, അങ്ങനെയായിട്ട് എംപ്ലോയർ പറയുകയാണെങ്കിൽ ശരി നിങ്ങൾ ജോലി അവസാനിപ്പിച്ചോ, നാളെ മുതൽ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? എംപ്ലോയിക്ക് എന്തെങ്കിലും അവിടെ തെളിയിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 വർഷത്തേക്ക് ജോലിക്ക് നിന്നോളാൻ പറഞ്ഞു എന്നുള്ള സത്യമാണ്. പക്ഷെ അവിടെ വേറെ എഗ്രിമെന്റ് കാര്യങ്ങളൊന്നും അവിടെ എഴുതിയിട്ടില്ല. അപ്പൊ അതൊരു എംപ്ലോയറിനെ സംബന്ധിച്ച് അതൊരു ബെനിഫിഷ്യൽ ആണ്. എന്താ, എപ്പോ വേണമെങ്കിലും അവർക്ക് പിരിച്ചുവിടാം. അങ്ങനെ ഒരു ഇത് അവിടെ പറയുന്നുണ്ട് കേട്ടോ. വ്യക്തമായ അവകാശങ്ങളൊന്നും അവർക്ക് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ ഒരു എംപ്ലോയറിനെ ഏത് സമയത്ത് വേണമെങ്കിലും അവരെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ പറ്റും. നോക്കി, ഈ മോഡേൺ ടൈംസ് ഇപ്പൊ എങ്ങനെയാ? പക്ഷേ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആർ യൂഷ്വലി റിട്ടേൺ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആണ്. കറക്റ്റ് ഡോക്യുമെന്റ് കാര്യങ്ങളുണ്ട്, നമുക്ക് അവിടെ കറക്റ്റ് പ്രൂഫ് ഉണ്ട്. അവിടെ ഇപ്പൊ 5 വർഷം നിങ്ങൾക്ക് ജോലി തരാന്ന് പറഞ്ഞാൽ അവിടെ സൈൻ ചെയ്യുക, നമ്മളും എംപ്ലോയറും അവിടെ സൈൻ ചെയ്യാണ്. കറക്റ്റ് പ്രൂഫ് ഉണ്ട്. അതൊരു ഇപ്പൊ അങ്ങനെയാണ്, റിട്ടേൺ ഫോമിലാണ്. നമുക്ക് അവിടെ തെളിവുണ്ട്, നമ്മൾ വിട്ടാലും നമുക്ക് അവിടെ തെളിവുണ്ട് കാണിക്കാൻ. A contract of employment contain several major components. ഇനി ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റില് നമ്മൾ കുറച്ച് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിച്ച് ഔട്ട്ലൈൻ, അതെന്തിനു കാണിക്കുന്നു? ഒരു രൂപരേഖ നൽകുന്നു. ഇത് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോത്ത് ദ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള റെസ്പോൺസിബിലിറ്റി, അവർക്കടെ എന്താണ്, രണ്ടുപേർക്കും ബാധകമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അവർക്കടെ റൈറ്റ്സ്, അവകാശങ്ങൾ, ഇതിന്റെ ഒരു രൂപരേഖ എന്ന് നൽകുന്നു ആ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് നമുക്ക് നൽകുന്നു. പണ്ട് നമ്മൾ പറഞ്ഞു വെർബൽ ആയിരുന്നു, അത് എംപ്ലോയറിനെ സംബന്ധിച്ച് ബെനിഫിഷ്യൽ ആണ്. എപ്പോ വേണമെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം, അവിടെ വേറെ ഇതൊന്നുമില്ല. പക്ഷെ ഇപ്പോ അത് റിട്ടേൺ ആണ്, കറക്റ്റ് പ്രൂഫ് ഉണ്ട്. അവിടെ എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ 2 വർഷം ജോലിക്ക് എന്താ ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യാണ്. അവിടെ 2 പാർട്ടീസും സൈൻ ചെയ്തൊക്കെ കറക്റ്റ് പ്രൂഫ് ഉണ്ട്. നമ്മളെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കേസ് കൊടുക്കാം. കണ്ടോ, അവര് സൈൻ ചെയ്ത് സമ്മതിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, എംപ്ലോയറിനെ സംബന്ധിച്ച് അങ്ങനെ എന്താ ഒരു എന്താ പണ്ടത്തെ ഇത് നോക്കുമ്പോൾ എംപ്ലോയറിനെ സംബന്ധിച്ച് ബെനിഫിഷ്യൽ ആണ്. എപ്പോ വേണമെങ്കിലും പിരിച്ചുവിടാം, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇപ്പോ അത് എങ്ങനെയാണ്, റിട്ടേൺ ഫോമിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകത്ത് പല കമ്പോണൻസ്, ഒരു എംപ്ലോയറിനും എംപ്ലോയിക്കും ബാധകമായിട്ടുള്ള, 2 പേർക്കും കൂടി ബാധകമായിട്ടുള്ള അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുടെയും ഒരു ഔട്ട്ലൈൻ ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വന്നേന്നാണ് നമ്മൾ ഇനി പറയുന്നത് കേട്ടോ. ഒന്നാമത് നോക്കി, റേറ്റ് ഓഫ് പേ.
ശമ്പള നിരക്ക് പറയണ്ടേ, കരാറിൽ പറയണ്ടേ. അല്ലാതെ നമ്മൾക്ക് ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് ഇത്രയും രൂപ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ അത് പറ്റില്ല എങ്കിലാണെങ്കിലോ, നമ്മൾ വിചാരിച്ച ഒരു 1200 രൂപ ഡെയിലി തരുമെന്നുള്ള രീതിക്ക് നമ്മൾ ജോലി കയറി. അപ്പൊ നമ്മളോട് ആ കോൺട്രാക്റ്റിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പൈസ തരുമ്പോ 800 രൂപ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റില് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. റേറ്റ് ഓഫ് പേ, നമ്മുടെ ശമ്പള നിരക്ക്, സാലറി കൃത്യമായിട്ട് പറയണം അതിനകത്ത്. നമ്മൾ ആ ജോലിക്ക് കയറുന്നതിനേക്കാൾ മുന്നേ തന്നെ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. A contract of employment must include the terms and the condition related to employees payment. കണ്ടോ, എംപ്ലോയിയുടെ ശമ്പളം പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. And also the method of calculating the payment. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എങ്ങനെയാണ് ആ പേയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ മെത്തേഡും പറയണം. അത് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. നമുക്കത് ഓക്കെ ആണോ എന്നുള്ളത് വേണ്ടേ, അല്ലേ? ഇപ്പൊ നമ്മളോട് പറയാണ്, ഇപ്പൊ ജോലിക്ക് കയറി നമ്മള് 30 ദിവസം നമ്മള് ജോലി കയറി 2 ദിവസം ലീവ് എടുത്തപ്പോ സാലറി കട്ട് ഉണ്ടെന്ന് ഉള്ള കാര്യം നേരത്തെ പറയണ്ടേ, കോൺട്രാക്റ്റിൽ പറയണ്ടേ. അതാണ് എന്താണ് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസം നമ്മള് എന്താണ് ലീവ്, കമ്പനി ഓൾറെഡി ഒരു ലീവേ മന്ത്ലി അനുവദിക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ ലീവ് എടുത്താൽ നിങ്ങൾക്ക് സാലറി കട്ടാണ്, ഇത്ര രൂപ കട്ടാവും എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയണം, ആ കോൺട്രാക്റ്റില് പറയണം. അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമല്ലേ നമ്മൾ അതിലേക്ക് നോക്കുള്ളൂ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ആ പേയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡ് എന്താണെന്നുള്ളതും പറയണം. On the other hand, bonuses, commission and other payment which an employee receives should also be mentioned in the employment contract. അപ്പൊ പേയ്മെന്റ് മാത്രമല്ല, ബോണസുകള്, കമ്മീഷൻ ആൻഡ് അതർ പേയ്മെന്റ്സ്, മറ്റ് പേയ്മെന്റ്സുകൾ, ഇത് എംപ്ലോയി സ്വീകരിക്കുന്ന മറ്റ് പേയ്മെന്റ്സുകൾ, അവർക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങള്, ബോണസ്, കമ്മീഷൻ, ഇതെല്ലാവരും എവിടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റില് ഉൾപ്പെടുത്തണം. അതെല്ലാം കഴിഞ്ഞ് ജോലിക്ക് കയറി മാസാവസാനം അല്ല നമ്മളോട് പറയണത്. മനസ്സിലാവുന്നില്ലേ പറയണേ നിങ്ങൾക്ക്? ആ ശമ്പള നിരക്ക് എന്താണ് എന്നുള്ളത് ആ കരാറില്, കോൺട്രാക്റ്റില് പറഞ്ഞിരിക്കണം. വായിച്ചു നോക്കിയൊന്ന്, റേറ്റ് ഓഫ് പേ. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ആ 2 സെന്റൻസ് ഉള്ളൂ, അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ, എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് അല്ലെ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയീസ് പേയ്മെന്റ്, എംപ്ലോയിയുടെ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട്, ശമ്പള നിരക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും പറയണം. പിന്നെ എന്താണ്, ഓൾസോ ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ പേയ്മെന്റ്, ആ പേയ്മെന്റ് എങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ മെത്തേഡും പറയണം. പിന്നെ ബോണസുകൾ, കമ്മീഷൻ, മറ്റുള്ള പേയ്മെന്റ്സുകൾ, ഇതെല്ലാവരും എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറയണം. ഓക്കെ, ക്ലിയർ ആയോ? 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോളെ. നെക്സ്റ്റ്, ഹവേഴ്സ് ഓഫ് വർക്ക്. ഇനി എത്ര സമയം ജോലി ചെയ്യണം അത് പറയണ്ടേ, വർക്കിംഗ് ഹവേഴ്സ് പറയണ്ടേ, അല്ലേ? അല്ലാതെ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല, അതും കോൺട്രാക്റ്റിൽ പറയണം. ഹവേഴ്സ് ഓഫ് വർക്ക്, എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം. ഓക്കെ, ഡിസൈഡിങ് മിനിമം വർക്ക് hours of work is difficult for both the employee and employer. Minimum hours of work, അത് വെച്ചാൽ കുറഞ്ഞ ജോലി സമയം. ഇപ്പൊ കുറച്ച്, ഇപ്പൊ മിക്ക ജോലികൾക്കും നമ്മൾക്ക് 10 to 5 ഒക്കെ അല്ലേ, മിക്ക ജോലിയും 10 to 5 ആണ്. ആ ഒരു വർക്കിംഗ് അവേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതില് കുറഞ്ഞ മിനിമം വർക്കിംഗ് അവേഴ്സ്, കുറഞ്ഞ വർക്കിംഗ് അവർ എന്ന് പറയുന്നത് അത് തീരുമാനിക്കുക എന്നുള്ളത് എംപ്ലോയിക്കും എംപ്ലോയറിനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെ? ഇപ്പൊ നമ്മള് ശരിക്കും 8 മണിക്കൂർ ജോലി എന്നുള്ളത് അതിന് പകരം 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയറിനെ സംബന്ധിച്ച് നഷ്ടമാണ്.
എംപ്ലോയിക്ക് ചിലപ്പോ അങ്ങനെ കുറച്ച് മണിക്കൂറാകുമ്പോൾ സാലറി ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ ഷിഫ്റ്റ് ഒക്കെ ഇതൊക്കെ പോലെ വരുമ്പോഴും ഒക്കെ ആണെങ്കിലൊക്കെ, അല്ലെങ്കിൽ 1 മണിക്കൂറാണെങ്കിൽ മണിക്കൂറിനാണ് പേയ്മെന്റ് എങ്കിലൊക്കെ അങ്ങനെ കുറച്ച് സമയം വരുമ്പോൾ രണ്ടുപേർക്കും ഏത് രീതിയിൽ നോക്കിയാലും എംപ്ലോയിക്കും എംപ്ലോയറിനും ഈ മിനിമം വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ട്, അങ്ങനെ തീരുമാനിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. The employer takes the guarantee of the worker that the worker is available for those working hours. ഇനി എംപ്ലോയർ എന്ത് ചെയ്യണം, ഒരു ഉറപ്പ് നൽകണം വർക്കേഴ്സ് ആ വർക്കിംഗ് അവേഴ്സിൽ അവൈലബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. വർക്കേഴ്സ് ഇപ്പൊ അവർക്ക് എത്രയാണ് 10 മുതൽ 5 മണി വരെയാണ് ടൈം പറഞ്ഞെങ്കിൽ ആ 10 to 5 അവിടെ വർക്കേഴ്സ് അവൈലബിൾ ആണോ അത് എന്നുള്ളത് എംപ്ലോയർ ഉറപ്പ് നൽകണം. Okay, an employer will have to pay for the worker for those working hours if there is no work. ഇനി ഒരു കാര്യമുണ്ട്, എംപ്ലോയർ അവിടെ പേയ്മെന്റ് കൊടുക്കണം ഫോർ ദ വർക്കേഴ്സ്. വർക്കേഴ്സിന് എംപ്ലോയർ പേയ്മെന്റ് കൊടുക്കണം എപ്പോഴാ? ഫോർ ദോസ് വർക്കിംഗ് അവേഴ്സ് ഇഫ് there is no work. വർക്കില്ലെങ്കിലും ഇപ്പൊ എന്താ ചിലപ്പോ വല്ല കറണ്ട് ഫെയിലിയർ ആയി, എന്തെങ്കിലും മെഷീൻസ് ബ്രേക്ക് ഡൗൺ ആയി, അപ്പൊ ശരിക്കും 8 മണിക്കൂർ ജോലി എന്നാണ് പറഞ്ഞത്, പക്ഷെ നമുക്ക് 5 മണിക്കൂറേ പറ്റുള്ളൂ, 2 മണിക്കൂർ ഇങ്ങനെയുള്ള പ്രശ്നം കാരണം ജോലി ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്ത് ചെയ്യണം, എംപ്ലോയർ അവർക്കുടെ കുറ്റം കൊണ്ടല്ലല്ലോ, എംപ്ലോയിയുടെ കുറ്റം കൊണ്ടല്ലല്ലോ ജോലി ചെയ്യാതിരുന്നത് അല്ലെ. അപ്പൊ ആ വർക്കിംഗ് അവേഴ്സിലും എന്ത് ചെയ്യണം, പേയ്മെന്റ് കൊടുക്കണം. അല്ലാതെ 2 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്തില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ അതിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല. മനസ്സിലായോ? വർക്കില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം, ആ വർക്കിംഗ് അവേഴ്സിന് എംപ്ലോയർ അതിന്റെ പേയ്മെന്റ് കൊടുക്കണം. ക്ലിയർ ആയോ? നമുക്ക് ഉച്ചവരെ എന്ന ജോലി ചെയ്യാൻ പറ്റുള്ളൂ, മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി പോയി, പക്ഷെ നമുക്ക് സാലറി വരുമ്പോൾ ആ ഹാഫ് ഡേയുടെ ആ കാശ് കട്ട് ചെയ്യരുതെന്ന്, അത് കൊടുക്കാനായിട്ട് എംപ്ലോയർ ബാധ്യസ്ഥരാണ്. എന്ന് വെച്ചാൽ എന്താ, അയാളുടെ കുറ്റം കൊണ്ടല്ലല്ലോ, എംപ്ലോയറുടെ കുറ്റം കൊണ്ടല്ലല്ലോ അവിടെ ജോലി ചെയ്യാൻ പറ്റാതെ വന്നത്. ക്ലിയർ ആയോ? അപ്പൊ വർക്കില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം, ആ വർക്കിംഗ് അവേഴ്സിൽ പേയ്മെന്റ് കൊടുക്കാൻ തയ്യാറായിരിക്കണം, കൊടുക്കണം എംപ്ലോയർ. Having a high number of minimum working hours in a week provide guaranteed amount of money to the workers. അല്ലെ? അപ്പൊ ഒരു മിനിമം വർക്ക്, ഹൈ നമ്പർ ഓഫ് മിനിമം വർക്കിംഗ് അവേഴ്സ് ഇൻ എ വീക്ക് പ്രൊവൈഡ് എ guaranteed amount of money to the workers. വർക്കേഴ്സിന് ഒരു ഫിക്സഡ് എമൗണ്ട് പോലെ എന്താ പൈസ വീക്കിലി കിട്ടാനായിട്ട് അത് ഉറപ്പ് നൽകുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും കാരണവശാല് വർക്കിംഗ് അവേഴ്സ് കുറവാണെങ്കിലും നമുക്ക് അവിടെ പ്രശ്നമില്ല, ആ എംപ്ലോയർ പേയ്മെന്റ് നൽകേണ്ടി വരും. ഹൈ നമ്പർ ഓഫ് മിനിമം വർക്കിംഗ് അവേഴ്സ്, മിനിമം വർക്കിംഗ് അവേഴ്സിന്റെ കൂടുതല്, ഇപ്പൊ നമുക്ക് ആ ഒരാഴ്ചയിൽ അത്രത്തോളം വർക്കിംഗ് അവേഴ്സ് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ എംപ്ലോയിക്ക് എന്താണ്, ഒരു ഫിക്സഡ് എമൗണ്ട് പൈസ അത് ഉറപ്പുവരുത്തണം. ആ വർക്കറിന് വീക്കിലി ഇത്ര രൂപ എന്നുള്ളത് അത് ഉറപ്പുവരുത്തേണ്ട കാര്യമുണ്ട്. If the worker fails to perform the work in those working hours, then it reduces the flexibility of the worker and there may be result in some disciplinary action against him. ഇനി നോക്കിയേ, ഇനിയിപ്പോ അവർക്കൊരു വർക്കിംഗ് അവേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ 10 to 8 ആ വർക്കിംഗ് അവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ വർക്കിംഗ് അവേഴ്സിൽ വർക്കേഴ്സ് ജോലി ചെയ്യുന്നില്ലെങ്കിലോ, അത്രയും അവർക്ക് പറഞ്ഞേക്കണം മണിക്കൂർ ജോലിയാണ് അല്ലെ, അതിനാണ് അവർ ആ സാലറി പറഞ്ഞേക്കുന്നത്. അപ്പൊ അത്രയും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയിക്കെതിരെ അവിടെ ചില അച്ചടക്ക നടപടികൾക്ക് കാരണമാകും, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും. അയാൾക്ക് ഇത്ര സമയം പറഞ്ഞിട്ടാണല്ലോ, ഇത്ര ടൈമാണ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവര് സാലറി ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്, ഇത്ര രൂപ സാലറി പറഞ്ഞേക്കുന്നത്. ആ വർക്കിംഗ് അവേഴ്സിൽ അയാൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അത് വർക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാലായിട്ട് അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? അവേഴ്സ് ഓഫ് വർക്ക്, വർക്കിംഗ് ടൈം അതുപോലെ കൃത്യമായിട്ട് തന്നെ പറയണം. ഇത്ര ടൈം വർക്കിംഗ് ടൈം ഇത്രയാണ്, 10 to 8 ആണ്, 10 മണി മുതൽ അല്ലെങ്കിൽ 5 മണി വരെയാണ്, എത്ര സമയമാണെന്നുള്ള വർക്കിംഗ് ടൈം കൃത്യമായിട്ട്
പറയണം. പിന്നെ വർക്കിംഗ് അവേഴ്സിലെ വർക്കേഴ്സ് അവിടെ അവൈലബിൾ ആണെന്നുള്ളത് എംപ്ലോയർ ഉറപ്പുവരുത്തണം. ഇനി വർക്ക് ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം, ആ വർക്കിംഗ് അവേഴ്സിലെ പേയ്മെന്റ് എംപ്ലോയർ കൊടുക്കേണ്ടി വരും. പിന്നെ മിനിമം വർക്കിംഗ് അവേഴ്സ് വർക്ക് ചെയ്തില്ലെങ്കിൽ, ഇത്ര സമയം വർക്ക് ചെയ്യണമെന്നുണ്ടല്ലോ, ആ മിനിമം വർക്കിംഗ് അവേഴ്സ് വർക്ക് ചെയ്തില്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റും, എംപ്ലോയറിന് ആക്ഷൻ എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ നോക്കി? അപ്പൊ അതിനകത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. എംപ്ലോയി ടേക്ക് ദ ഗ്യാരണ്ടി ഓഫ് ദ വർക്കർ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തില്ല. പിന്നെ തൊട്ടടുത്ത മൂന്നാമത്തെ സെന്റൻസ് നോക്കി, ആൻ എംപ്ലോയർ വിൽ ഹാവ് ടു പേ ഓഫ് ദ വർക്കർ, ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടേ. പിന്നെ ലാസ്റ്റ് സെന്റൻസ്, ഇഫ് ദ വർക്കർ ഫെയിൽസ് ടു പെർഫോം ദ വർക്ക് ഇൻ ദോസ് വർക്കിംഗ് അവേഴ്സ്, ആ വർക്കിംഗ് അവേഴ്സിൽ ആ വർക്കേഴ്സ് ജോലി ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ജോലി ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്കെതിരെ നമുക്ക് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റും. ആ സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. 3 സെന്റൻസ്, സെക്കൻഡ് സെന്റൻസ്, തേർഡ് സെന്റൻസ്, പിന്നെ ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടാ. ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് നോക്കിയേ, ലെങ്ത് ഓഫ് കോൺട്രാക്ട്. ഇനി ആ കോൺട്രാക്ടിന്റെ ലെങ്ത്, അതായത് ഇപ്പൊ നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇത്ര വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷത്തേക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ, ലെങ്ത് ഉണ്ടാവുമല്ലോ. ആ കോൺട്രാക്ടിന്റെ ലെങ്ത് പറയുന്നത്. മെനി എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ആർ ബേസ്ഡ് ഓൺ ദ അറ്റ് വിൽ കോൺസെപ്റ്റ്. അറ്റ് വിൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇഷ്ടമുള്ള സമയം, അതാണ് ഇഷ്ടമുള്ള സമയം വരെ, അതാണ് ഇന്ന ഇതെന്ന് ആ ഒരു എഗ്രിമെന്റ് അങ്ങനെ ഫിക്സ്ഡ് ടൈം ഇത് പറയുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള വരെ അങ്ങനെയുള്ളതാണ് ആ എംപ്ലോയ്മെന്റ്, മിക്ക എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് പറയുന്നത്. ആ ഒരു കരാറില്ലേ. പിന്നെ ചിലതിനൊക്കെ നമ്മൾ ബോണ്ട് പോലെ ഇത്ര വർഷം വർക്ക് ചെയ്യണമെന്ന് തന്നെ ഉണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാ ചില ജോലികളൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ചിലപ്പോൾ ഫിക്സ്ഡ് ഉണ്ടാവും. എങ്കിലും സാധാരണ നമ്മൾ എംപ്ലോയ്മെന്റ് കരാറുകൾ അത് നമ്മൾക്ക് ആക്ച്വലി കോൺസെപ്റ്റ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇഷ്ടമുള്ള സമയം വരെ നമുക്ക് അവിടെ നിൽക്കാം, അതാണ് പറയുന്നത്. It means that there is no fixed time limit for the employment. And ആ ഒരു ജോലിക്ക് കറക്റ്റ് ഫിക്സ്ഡ് ടൈം ലിമിറ്റ് ഇല്ലാന്ന്. നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ, നമുക്കിപ്പോ ഒരു 5 മാസം പോകാൻ പറ്റുമെങ്കിൽ അത്രയും മതി, നമുക്ക് അന്നത്തെ പോരാ. 1 വർഷം വരെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാം. അതായത് എന്താണ്, അവിടെ ഒരു ഫിക്സ്ഡ് ടൈം ലിമിറ്റ് ഇല്ല. അതാണ് ആക്ച്വലി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. This means that there is no fixed time limit for the employment. ആ ജോലിക്ക് പ്രത്യേകം ടൈം ലിമിറ്റ് അവിടെ ഇല്ല. No fixed time limit. It allows both the employer and employee to decide the time on which the contract gets terminated. എന്ത് ചെയ്യുന്നു, it allow, ഇത് അനുവദിക്കുന്നു എംപ്ലോയറിനും എംപ്ലോയിക്കും ഡിസൈഡ് ചെയ്യാം the time on which the contract gets terminated. ആ കോൺട്രാക്ട്, ആ കരാറ് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കാം. എംപ്ലോയിക്കും എംപ്ലോയറിനും തീരുമാനിക്കാം. ഇത്ര ആ ഒരു ഫിക്സ്ഡ് ടൈം ലിമിറ്റ് അവിടെ പറയല്ല. ടെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അവസാനിപ്പിക്കുക. ആ ജോലി അവസാനിപ്പിക്കുന്നത് എംപ്ലോയറിനും എംപ്ലോയിക്കും ഡിസൈഡ് ചെയ്യാന്ന്. On the other hand, there are 2 other situations in which the employment contract may apply. 2 സിറ്റുവേഷൻ പറയുന്നേ. ഓക്കെ, എംപ്ലോയി may be contracted only for a limited time period. എംപ്ലോയി നമുക്ക് ആ കോൺട്രാക്ട് കുറച്ച് ലിമിറ്റഡ്, ഒരു പരിമിതമായിട്ടുള്ള ടൈം പീരീഡിലേക്കുള്ളൂ. ഏത്, ദിസ് ഈസ് കോമൺ ഇൻ പ്രൊജക്ട് ഡ്രൈവൺ ജോബ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. പ്രൊജക്ട് ഡ്രൈവൺ ജോബ്സ് എന്ന് വെച്ചാൽ എന്താ, ചെറിയ പീരീഡിലേക്കുള്ള ജോലിക്കാണെങ്കിൽ കുറച്ച് ടൈം പീരീഡ് മതി. കണ്ടോ, അങ്ങനെയാണ് ആ എഗ്രിമെന്റ്. അവിടെ കുറച്ച് സമയത്തേക്ക്, കുറച്ച് പീരീഡിലേക്കുള്ള ജോലി, പ്രൊജക്റ്റഡ് ഡ്രൈവൺ ജോബ്സ്. ആ പ്രൊജക്ട് ഇത്ര നാളുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒരു 3 മാസം
6 മാസം അത്രയൊക്കെ ഉള്ളൂ. ചെറിയ കാലയളവിലേക്കുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ ആ കോൺട്രാക്ട് എങ്ങനെയാണ് ലിമിറ്റഡ് ടൈം പീരീഡിലേക്കുള്ളൂ. Then sometimes അടുത്ത ഒരു ഇത് എന്താ പറഞ്ഞേക്കുന്നത്, എംപ്ലോയി ആർ ഹയർഡ് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ സച്ച് ആസ് ഫോർ എ പീരീഡ് ഓഫ് 2 years or more years. ഇനി വർഷങ്ങളാണെങ്കിൽ 2, 3, 4 വർഷമൊക്കെ ആണെങ്കിൽ, ലോങ് ഡ്യൂറേഷൻ ആണെങ്കിൽ അതനുസരിച്ചായിരിക്കും കോൺട്രാക്ട്. If the employee opted to resign the job even though he is in contract, then it may be subjected to some civil law action against the employee. ഇനിയിപ്പോ നമ്മൾ ജോലിക്ക് അങ്ങനെ കയറുമ്പോൾ ഏതാണ് ബേസ് ചെയ്തിട്ട് നമ്മളോട് ഇപ്പോ 1 വർഷത്തേക്ക് ഞാൻ ഇവിടെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഒരു സൈൻ ചെയ്യും. പക്ഷേ ഞാൻ പെട്ടെന്ന് ഇപ്പൊ 1 വർഷത്തേക്ക് ജോലി ചെയ്യാമെന്ന് പറഞ്ഞ എഗ്രിമെന്റിൽ എവിടെ കയറുന്നതെന്ന് വിചാരിക്കാം. ഒരു 6 മാസം ആയപ്പോഴത്തേക്ക് ഞാൻ ജോലി റിസൈൻ ചെയ്യുകയാണെങ്കിൽ, വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്കെതിരെ ഒരു ആക്ഷൻ, സിവിൽ ലോ ആക്ഷൻ നമുക്കെതിരെ എടുക്കാൻ പറ്റും. അല്ലേ? നമ്മളവിടെ ഓൾറെഡി നമ്മള് ഒരു എഗ്രിമെന്റ് അവിടെ വെച്ചല്ലോ അവരോട്, 1 വർഷം ഇവിടെ ജോലി ചെയ്തോളാന്ന്. അത് പൂർത്തിയാക്കാതെ ഇടയ്ക്ക് റിസൈൻ ചെയ്ത് പോകുകയാണെങ്കിൽ ആ എംപ്ലോയിക്കെതിരെ ചില സിവിൽ നിയമന നടപടികൾ എടുക്കാൻ പറ്റും. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട്, മിക്ക എംപ്ലോയ്മെന്റ് കരാറുകളും എങ്ങനെയാണ്? at will കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ? there is no fixed time limit for the employment. അവിടെ ഫിക്സ്ഡ് ടൈം ലിമിറ്റ് ഇല്ല ജോലിക്ക്, നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ ഇതാണ്. അവിടെ നമുക്ക് എംപ്ലോയറിനും എംപ്ലോയിക്കും എന്താ ഡിസൈഡ് ചെയ്യാം ആ ഒരു ഇത്, എത്ര വരേക്ക് നിൽക്കണം, ആ ജോലി എപ്പോ അവസാനിപ്പിക്കണം എന്നുള്ളത്. ഇനി മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് 2 സിറ്റുവേഷൻ ആണ് പറയുന്നത്. അതായത് അവിടെ പ്രൊജക്ട് ഡ്രൈവൺ ജോബ്സ്, അതായത് ചെറിയൊരു കാലയളവിലേക്കാണെങ്കിൽ ആ കോൺട്രാക്റ്റിലെ ടൈം ഒരു കുറച്ച് ടൈം പീരീഡിലേക്കുള്ളൂ എംപ്ലോയ്മെന്റ്. അപ്പൊ അവിടെ 2, 3, 5 വർഷം ഒന്നും എഴുതാൻ പറ്റൂല അല്ലെ. ചെറിയൊരു ഇതിലേക്കാണ്, ലിമിറ്റഡ് ടൈം പീരീഡിലേക്കാണെങ്കിൽ കോൺട്രാക്ട് അങ്ങനെയായിരിക്കും, കുറച്ച് സമയം 2 മാസം അല്ലെങ്കിൽ 3 മാസം അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ ലോങ്ങർ ഡ്യൂറേഷൻ അങ്ങനെയുള്ളതിലേക്ക് നമ്മൾ എംപ്ലോയിനെ നിയമിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ഡ്യൂറേഷൻ, ആ കോൺട്രാക്റ്റിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് വർഷങ്ങളാവാം. 2 years or 4 more years, അതിൽ കൂടുതലാകാം. 3 വർഷം, 4 വർഷം, 5 വരെയൊക്കെ ആകാം. അത് ലോങ്ങർ ഡ്യൂറേഷന് വേണ്ടി മാത്രം ഹയർ ചെയ്യുകയാണെങ്കിൽ. ഇനി നമ്മളൊരു എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞ് അതിന് മുന്നേ ഇപ്പൊ 2 വർഷത്തേക്ക് ജോലി ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ അവിടെ സൈൻ ചെയ്ത് കൊടുത്തു. പക്ഷെ ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റിസൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്കെതിരെ, നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത് കൊടുത്തേക്കണേ, അപ്പൊ അതുകൊണ്ട് എനിക്കെതിരെ അവർക്ക് നടപടികൾ എടുക്കാം. ക്ലിയർ ആയോ നോക്കിയേ? ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ എംപ്ലോയി മേ ബി കോൺട്രാക്ടർ ഓൺലി ഫോർ എ ലിമിറ്റഡ് ടൈം പീരീഡ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക. This is common. അത് ഇതിനകത്ത് കാണുന്ന പ്രൊജക്ട് ഡ്രൈവൺ ജോബ്സ്, ആ സെന്റൻസ് അവിടെ വരെ അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ അടുത്തത്, അവര് റിസൈൻ ചെയ്യുകയാണെങ്കിൽ, ആ എഗ്രിമെന്റ് തീരുന്നേക്കാൾ മുന്നേ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയിക്കെതിരെ നടപടികൾ എടുക്കാം. ആ സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തിടാം. ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി അടുത്ത് നോക്കി, ഹോളിഡേസ് ആൻഡ് സിക്ക് ലീവ്സ്. ഹോളിഡേ, സിക്ക് ലീവുകളും പറയണം. അസുഖ അവധികളൊക്കെ ഇല്ലേ, ഹോളിഡേ, ഇത്ര ഹോളിഡേ ഉണ്ട്. പിന്നെ അതുപോലെ സിക്ക് ലീവുകൾ, രോഗത്തിന് ഇത്ര സിക്ക് ലീവ് ഉണ്ട്. എല്ലാ കമ്പനികൾക്കും ഉണ്ടാവുമല്ലോ ലീവുകള് അല്ലെ, മന്ത്ലി കമ്പനി അലോട്ട് ചെയ്യുന്ന ലീവുകൾ ഉണ്ടാവും. അത് നമുക്ക് സാലറി കട്ടൊന്നുമില്ല അല്ലെ. 2 ലീവോ 3 ലീവൊക്കെ മന്ത്ലി കമ്പനികൾ അലോ ചെയ്യുന്നുണ്ട് അല്ലേ. അതിന് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കമ്പനി തരുന്ന ലീവാ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്പനി തരുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് വേറെ സാലറി ഒന്നും കട്ടാവില്ല. ചിലപ്പോ ഇനി ചിലര് അത് കോൺട്രാക്റ്റിൽ പറയും, ചിലപ്പോ കമ്പനി തരുന്ന ലീവ് അല്ലാതെ എക്സ്ട്രാ ലീവ് എടുത്തു കഴിഞ്ഞാൽ സാലറി കട്ട്. ജോലിയൊക്കെ ചെയ്യണവർക്ക് അറിയാലോ അല്ലെ, വർക്കിംഗ് ഉള്ളവർക്ക് അറിയാലോ, അങ്ങനെയൊക്കെ ഇല്ലേ സാലറി കട്ട് ഇല്ലേ. എന്താ, ഒരുപാട് ലീവൊക്കെ നമ്മൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. കമ്പനി ചിലപ്പോൾ മന്ത്ലി 2 ലീവ് അവര് അനുവദിച്ചിട്ടുണ്ടാവും. സിക്ക് ലീവുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഇത്ര എണ്ണം ഉണ്ടാവും, വർഷത്തിലാണെങ്കിലും ചിലപ്പോൾ ഇത്ര എണ്ണം ഉണ്ടാവും.
ചിലപ്പോ അത് കഴിഞ്ഞിട്ടൊക്കെ ലീവ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോ നമ്മുടെ സാലറിയിൽ ചിലപ്പോ കട്ടൊക്കെ ചെയ്യും. ആരും ജോലിക്ക് പോണവരൊന്നും ഇല്ലേ നമ്മുടെ കൂട്ടത്തില്? വർക്ക് ചെയ്യണവരില്ല, പഠിക്കണവരാണല്ലോ. ഉണ്ട്. സഞ്ജനയാണോ? സഞ്ജന ഉണ്ടോടാ? നിങ്ങളുടെ ഓഫീസിലൊക്കെ ഉണ്ടോ? സാലറി കട്ട് ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ സാലറി കട്ട്. ഞങ്ങൾക്കും ഉണ്ട് ഇവിടെ. നമുക്ക് കമ്പനി ഇവിടെ അനുവദിക്കുന്ന ലീവ് ഒരു ലീവേ ഉള്ളൂ മന്ത്ലി. അതിൽ കൂടുതൽ ലീവ് ആണെങ്കിൽ സാലറി കട്ട് ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ആ കോൺട്രാക്റ്റിൽ ശരിക്കും എന്താ പറയണം, ഹോളിഡേകള്, സിക്ക് ലീവുകൾ പറയണം. ദ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഓൾസോ സ്പെസിഫൈ ദ കമ്പനീസ് ഹോളിഡേസ് ആൻഡ് സിക്ക് ലീവ് പോളിസീസ്. ഹോളിഡേ, സിക്ക് ലീവ് പോളിസികൾ ഇതെല്ലാം ആ കോൺട്രാക്റ്റില്, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് കരാറിൽ പറയണം. പെയ്ഡ് ഹോളിഡേസ് ആൻഡ് സിക്ക് ലീവ് ഓഫ് ദ എംപ്ലോയി ആർ ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ വേർ ദ എംപ്ലോയീസ് ലീവ്. പെയ്ഡ് ഹോളിഡേ എന്ന് പറഞ്ഞാൽ എന്താ? ശമ്പളത്തോട് കൂടിയുള്ള അവധി. ഈ പെയ്ഡ് ആ പേയ്മെന്റ് അവർ നൽകുന്നു. പെയ്ഡ് ഹോളിഡേ ആൻഡ് സിക്ക് ലീവ് ഓഫ് ദ കമ്പനി ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ വേർ ദ എംപ്ലോയി ലീവ്. ഇനിയിപ്പോ ചിലപ്പോ അതായത് നമ്മുടെ കമ്പനിയുടെ ഒക്കെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്, അങ്ങനെയാണ് ഈ കമ്പനിയുടെ വല്ല പുകയോ അവരെന്തെങ്കിലും പോലെ അവർക്ക് വല്ല അസുഖങ്ങൾ വരികയാണ്, അങ്ങനെയാണെങ്കിൽ എന്താണ്, അങ്ങനെ വല്ല ലീവ് എടുക്കേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും? പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതാണ് പെയ്ഡ് ഹോളിഡേ എന്ന് പറഞ്ഞാൽ ശമ്പളത്തോടു കൂടിയുള്ള അവധി. അവർ ലീവ് എടുത്താലും കമ്പനിയുടെ ഒരു ഇത് കൊണ്ട് വന്നതാണല്ലോ, അപ്പൊ അതുകൊണ്ട് കമ്പനി പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. The employer is free to increase the employee's leave. എംപ്ലോയറിന് എന്താണ്? എംപ്ലോയിയുടെ ലീവ് ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കാം. അതൊക്കെ ഓരോ കോൺട്രാക്ട് കമ്പനികളെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. The employer can do this if he wants. എംപ്ലോയറിന് അത് ചെയ്യാൻ പറ്റും അവരുടെ ആവശ്യം അനുസരിച്ച്. ഇപ്പൊ നമുക്ക് വല്ല രോഗങ്ങളൊക്കെ ഇത്തിരി കൂടുതലാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ലീവ് വേണമെങ്കിൽ അവർക്ക് വർദ്ധിപ്പിക്കാം. The procedure for requesting the holiday and the sick leave should also be mentioned in the employment contract. ഇനി നമ്മൾ ആ ഹോളിഡേ സിക്ക് ലീവുകളൊക്കെ ഇല്ലേ, അത് റിക്വസ്റ്റ് ചെയ്യുന്നതിന് അതിന്റെ പ്രൊസീജിയർ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റില് മെൻഷൻ ചെയ്യണം. പ്രൊസീജിയർ എന്താന്നുള്ളത്, ഈ ഹോളിഡേസ്, സിക്ക് ലീവ്സ് ഇതൊക്കെ അഭ്യർത്ഥിക്കുന്നതിനുള്ള നടപടിക്രമങ്ങള്, ഈ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റില് മെൻഷൻ ചെയ്യണം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. എംപ്ലോയി ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ അവിടെ. പിന്നെ ലാസ്റ്റ് നോക്കിയേ, ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. ദ പ്രൊസീജിയർ ഫോർ റിക്വസ്റ്റിംഗ് ഹോളിഡേസ് ആൻഡ് ദ സിക്ക് ലീവ്സ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ, ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെർമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? അവസാനിപ്പിക്കുക, ജോലി അവസാനിപ്പിക്കുന്നത്. The termination of employment should also be detailed in the employment contract. ആ ടെർമിനേഷനും അതിന്റെ കാര്യങ്ങളും എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. This contract must include the information about how to terminate the employment. എങ്ങനെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അതിനുശേഷം ജോലി അവസാനിപ്പിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളില്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് അതും നമ്മൾ ആ കോൺട്രാക്റ്റിൽ മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. The rules will be tell employee, employee rules പറയണം. How much notice an employee should give his employer, as well as some other factors such as restriction on the type of work. ചിലപ്പോ ആ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കും ചില ജോലികൾ നിങ്ങൾ ഇതിന് ശേഷം ഈ പെട്ടെന്ന് ഈ ജോലിയിലേക്ക് പോകാൻ പാടില്ല. ആ ടൈപ്പ് ഓഫ് വർക്കിൽ ചിലപ്പോ റെസ്ട്രിക്ഷൻ ഉണ്ടാകും കണ്ടോ. ആഫ്റ്റർ ലീവിംഗ് ദ ജോബ്, അതും എംപ്ലോയ്മെന്റ് ആ കരാറിൽ പറഞ്ഞിരിക്കും. നിങ്ങൾ ജോലി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര നാളത്തേക്ക് ഇന്ന ജോലിക്ക് പോകാൻ പാടില്ല, അങ്ങനെയുള്ളത് ഉണ്ടാവും. Many organizations will get employee to sign a document. മിക്ക കമ്പനികളും ഉണ്ടല്ലോ അവരോട് എംപ്ലോയിയോട് സൈൻ ചെയ്യാൻ പറയും ഡോക്യുമെന്റിൽ, which restrict the employee to work with the other competitors immediately after leaving the job.
അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഞാൻ ഇവിടെ ഇപ്പൊ ഒരു 5 വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് ജോലി ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതി കൊടുത്തിട്ട് ഞാൻ പോവുകയാണെങ്കിൽ എന്താ പറയാ, അപ്പൊ ഞാൻ പോകുമ്പോൾ ഇവരെന്ത് ചെയ്യും, എന്താ ഒരു കോൺട്രാക്ട് ഇങ്ങനെ ആ ഒരു ഇതിനകത്ത് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിക്കും. എന്താണോ, പെട്ടെന്ന് ഇതേ സെയിം ഇതിലേക്ക് ജോലിക്ക് പോകരുത്. എന്താ കാര്യം അങ്ങനെ പറയണത്? എന്തുകൊണ്ടാ? ഇവിടത്തെ ഒരു ബിസിനസ് സീക്രട്ട് ഉണ്ട്. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ നിന്നത് കൊണ്ട് എനിക്കറിയാലോ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്, എന്താണെന്നൊക്കെ ഇവിടുത്തെ ബിസിനസ് സീക്രട്ട് എനിക്കറിയാം. ഞാൻ ഇവിടുത്തെ ജോലി വെച്ചിട്ട് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് ഇതേപോലെ ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്, അവിടെ ഞാൻ ജോലിക്ക് ചെല്ലുകയാണെങ്കിൽ ഇവിടുത്തെ സീക്രട്ട് എനിക്ക് അവിടെ പറയാൻ പാടില്ലേ? അപ്പൊ ഇവിടുത്തെ ഈ കമ്പനിക്ക് അത് ഇതാവൂലേ അല്ലേ? അപ്പൊ നമ്മുടെ ഈ കമ്പനിയുടെ ട്രേഡ് സീക്രട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതിനകത്ത് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നത്. മനസ്സിലായോ? ജോലി ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് ആരാണോ അവിടെ നമ്മൾ പോയി ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ സീക്രട്ടുകൾ നമുക്കറിയാം അല്ലെ? ആ സീക്രട്ട് നമ്മൾ അവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയാ, ഇവിടെ ഇതാവും, ഇവിടുത്തെ സ്ഥാപനത്തിനൊരു ഇതാവില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അവിടെ സൈൻ ചെയ്യുന്നത്. മനസ്സിലായോ എന്താ പറഞ്ഞേക്കണോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, എന്താ മെനി ഓർഗനൈസേഷൻ വിൽ ഗെറ്റ് എംപ്ലോയി ടു സൈൻ എ ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ പറയും. എന്താ അതിനകത്ത്? വിച്ച് റെസ്ട്രിക്ട്, നമുക്ക് നിയന്ത്രണമാണ് എംപ്ലോയി ടു വർക്ക് വിത്ത് എനി കോമ്പറ്റേറ്റേഴ്സ്. നമ്മുടെ അതേ ഫീൽഡിൽ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് അവിടെ നമ്മൾ ഉടനടി ജോലിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉടനടി അവിടെ പോയി വർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു സൈൻ ചെയ്യും. This helps in protecting the trade secret of the company. എന്തിനാ അങ്ങനെ സൈൻ ചെയ്യുന്നത്? ആ കമ്പനിയുടെ ട്രേഡ് സീക്രട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ, അപ്പൊ നമുക്ക് ഇവിടുന്ന് പോയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ജോലികൾ അതിലൊക്കെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ പറ്റും. അത് ഓർഗനൈസേഷന് അവകാശമുണ്ട്. ക്ലിയർ ആയോ നോക്കിയേ? അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. The termination of employment should also be detailed in the employment contract. പറഞ്ഞിരിക്കണം. പിന്നെ അടുത്ത ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Many organization will get employee to sign a document. അത് ഫുൾ അങ്ങ് അണ്ടർലൈൻ ചെയ്തോട്ടോ. This helps protecting the trade secret of the company. അവിടെ വരെ അണ്ടർലൈൻ ചെയ്തിട്ടോ. ക്ലിയർ ആയോ? ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് എന്താണുള്ളത്? ജോലി അവസാനിപ്പിക്കുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ. അപ്പൊ ഒരു ഡോക്യുമെന്റ് നമ്മൾ ഓൾറെഡി സൈൻ ചെയ്യിക്കും അവര്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? യെസ്. ഇനി ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ മെനി ഓർഗനൈസേഷൻ മുതൽ ലാസ്റ്റ് ആ കമ്പനിന്ന് വരെയുള്ളതും അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഇനി അടുത്തതാണ് ഇവാലുവേഷൻ. ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ഇവാലുവേഷൻ, നമ്മൾ സെലക്ഷൻ പ്രോസസ് ഇല്ലേ, അപ്പൊ അതിന്റെ എങ്ങനെയാണ് നമ്മൾ മൂല്യനിർണ്ണയം നടത്തുന്നത്? The main aim of selection procedure is to select among the numerous applicants. അപ്പൊ എന്താണ് മെയിൻ എയിം എന്ന് പറയുന്നത്? സെലക്ഷൻ പ്രൊസീജിയറിന്റെ മെയിൻ എയിം എന്താണ്? is to select among the numerous applicants is the best candidates for the given job opening. ആ ജോബ് ഓപ്പണിംഗിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാണ് അല്ലേ? അത് അങ്ങനെയാണോ എന്നുള്ളത് അവര് എന്താ പറയാ, അത് കുറെ ആപ്ലിക്കൻസ് ഉണ്ടാവും അവിടെ അല്ലെ? സെലക്ഷൻ പ്രൊസീജിയറിന്റെ എയിം എന്താണ്? കുറെ ആപ്ലിക്കൻസ് ഉണ്ടാവും. ഇപ്പൊ ഒരു 100 ആപ്ലിക്കൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യാണ്. എന്തിനു വേണ്ടി? ആ ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള 5 പേരെ സെലക്ട് ചെയ്യണം. അതാണ് കുറെ ആപ്ലിക്കൻസിൽ നിന്ന് അതിന് ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. അതാണ് സെലക്ഷൻ പ്രൊസീജിയറിന്റെ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ.
Okay, this process is useful only when the selected employee give their best to their jobs and work sincerely to achieve their goals. ഇനി എന്തിനാണ് ഈ പ്രോസസ്സ്? നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യാന്നാ പറഞ്ഞത് അല്ലെ? ഈ സെലക്ഷൻ പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഈ പ്രോസസ്സ് സെലക്ഷൻ പ്രോസസ്സ് എപ്പോഴാ സക്സസ്ഫുൾ ആകുന്നേ? എപ്പോഴാണ് അത് സക്സസ്ഫുൾ ആണെന്ന് പറയുന്നത്? only when the selected employee give their best to their jobs and work sincerely to achieve their goals. അങ്ങനെ കമ്പനിയുടെ ഗോൾസ് നേടാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയി അവര് വർക്ക് സിൻസിയർ ആയിട്ട് അല്ലെ, ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ ആ ജോലി ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയി എന്ന് പറയുന്നത്. നമ്മൾ കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 5 പേരെ നമ്മൾ സെലക്ട് ചെയ്തു. ആ 5 പേരെ സെലക്ട് ചെയ്തു, നമ്മൾ ആ സെലക്ഷൻ പ്രോസസ് ഇവാലുവേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ സെലക്ഷൻ പ്രോസസ്സിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത 5 പേരും നല്ല ആത്മാർത്ഥമായിട്ട് അവരുടെ കഴിവിന്റെ പരമാവധി ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അതിനുവേണ്ടി അവര് വർക്ക് ചെയ്യുമ്പോൾ മാത്രല്ലേ അപ്പൊ നമുക്ക് പറയാം സെലക്ഷൻ പ്രോസസ്സ് സക്സസ് ആണ്. ഇനി അവരൊന്നും ചെയ്യൂല, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കമ്പനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് ഫെയിലാന്ന് പറയാം. നമ്മൾ സെലക്ട് ചെയ്ത് തെറ്റിപ്പോയി, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സെലക്ഷൻ പ്രോസസ്സ് എപ്പോഴാണ് സക്സസ്ഫുൾ? only എങ്ങനെയാണ് സക്സസ്ഫുൾ എന്ന് പറയുന്നത്? സെലക്ട് ചെയ്ത എംപ്ലോയി അവർക്ക് ജോലിക്ക് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ആ കമ്പനിയുടെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി ജോലി ചെയ്യുമ്പോഴും നമുക്ക് സെലക്ഷൻ പ്രോസസ് സക്സസ്ഫുൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്ത് ശരിയാണ്, തെറ്റിപ്പോയിട്ടില്ല, ശരിയായ കാൻഡിഡേറ്റ്സിനെ തന്നെയാണ് സെലക്ട് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം, രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. The effectiveness of the selection process should be assessed from time to time. അതിന്റെ ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ഫലപ്രാപ്തി നമുക്ക് അസസ് ചെയ്യാം. കാലാകാലങ്ങളിൽ വിലയിരുത്തണം. ഇനി ഒരു ഡെഫിനിഷൻ ആണ്. Day-Set speech recommends that the selection procedure should be audited regularly to measure its effectiveness. Effectiveness എന്ന് പറഞ്ഞാൽ ഫലപ്രാപ്തി. അപ്പൊ എന്താണ് സ്പീച്ച് പറഞ്ഞേക്കുന്ന? recommends that the selection procedure എന്ന് പറഞ്ഞാൽ should be audited. ഓഡിറ്റ് ചെയ്യണം, റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി? അതിന്റെ ഫലപ്രാപ്തി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ സെലക്ഷൻ പ്രൊസീജിയർ റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. എന്താ? അതിന്റെ ഫലപ്രാപ്തി മെഷർ ചെയ്യാനായിട്ട്. അതാണ് സ്പീച്ച് റെക്കമെൻഡ് ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെയെങ്കിലും നോക്കാം, ചോദിക്കാം. അപ്പൊ ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തോ. എന്താ പറഞ്ഞത്? സെലക്ഷൻ പ്രൊസീജിയർ പതിവായിട്ട് ഓഡിറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി അതിന്റെ ഫലപ്രാപ്തി മെഷർ ചെയ്യാനായിട്ട്. ഇനി നോക്കിയാൽ the below mentioned questions can give a broad and comprehensive guidelines for assessment of the selection program. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നേക്കുന്നത്. അത് നമുക്ക് എന്തിനാ? ക്യാൻ ഗീവ്, നമുക്ക് നൽകും. ബ്രോഡ്, വിശാലമായിട്ടുള്ള, കോംപ്രിഹെൻസീവ്, സമഗ്രമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ്, ഒരു മാർഗനിർദ്ദേശം. എന്തിനു വേണ്ടി? ഫോർ ദ അസസ്മെന്റ് ഓഫ് ദ സെലക്ഷൻ പ്രോഗ്രാം. ഒരു സെലക്ഷൻ പ്രോഗ്രാമിന്റെ വിലയിരുത്തലിന് വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ള, വിശാലമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഈ ക്വസ്റ്റ്യൻസ് നൽകും. അപ്പൊ ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ജസ്റ്റ് ഞാനതൊന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. വെച്ചാൽ അതിൽ നിന്നൊന്നും അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല കേട്ടോ. അനാലിസിസ് ഓഫ് ദ പ്രോഗ്രാം, ആ സെലക്ഷൻ പ്രോഗ്രാം അനലൈസ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. എന്താണ്? കുറച്ച് ബിലോ മെൻഷൻ ക്വസ്റ്റ്യൻ, ഈ താഴെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എന്താ? നമുക്ക് ഒരു സെലക്ഷൻ പ്രോഗ്രാം വിലയിരുത്തുന്നതിനുള്ള വിശാലവും സമഗ്രമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം തരും ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ എന്താ? അനാലിസിസ് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാം അനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസ് ആർ ഇൻ ലൈൻ വിത്ത് ദ സെലക്ഷൻ പ്രോഗ്രാം ഓർ നോട്ട്.
ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തിയറിയും പ്രാക്ടീസും ഒക്കെ ആർ ഇൻ ലൈൻ വിത്ത് സെലക്ഷൻ പ്രോഗ്രാം. സെലക്ഷൻ പ്രോഗ്രാമുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ? ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് സെലക്ഷൻ പ്രോഗ്രാം അസസ് ചെയ്യാനുള്ള കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് നമുക്ക് കുറച്ച് ഒരു മാർഗനിർദ്ദേശം വരും. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ നോക്കണം. എന്താ? ഹ്യൂമൻ റിസോഴ്സ് തിയറി ആൻഡ് പ്രാക്ടീസ് ആർ ഇൻ ലൈൻ വിത്ത് ദ സെലക്ഷൻ പ്രോഗ്രാം ഓർ നോട്ട്. സെലക്ഷൻ പ്രോഗ്രാമുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ, അത് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ? Whether the policy of selection are clearly stated and a proper process is created or not. ഈ സെലക്ഷൻ പോളിസി, whether the policy of selection are clearly stated, നമ്മൾ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ടോ പോളിസി, whether the policy of selection, സെലക്ട് ചെയ്യാനുള്ള പോളിസികള് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പ്രസ്താവിച്ചിട്ടുണ്ടോ, ആൻഡ് അതിന്റെ സെലക്ഷൻ പ്രോസസ് പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ക്രിയേറ്റഡ് ഓർ നോട്ട്, പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ആർ എംപ്ലോയ്മെന്റ് ആൻഡ് പബ്ലിക് പോളിസി അറ്റ് പാർ വിത്ത് ഈച്ച് അതർ ഓർ നോട്ട്. ആ എംപ്ലോയ്മെന്റ്, തൊഴില്, പബ്ലിക് പോളിസി ഇതൊക്കെ തുല്യമാണോ? അറ്റ് പാർ തുല്യമാണോ? ഇത് തുല്യമാണോ അല്ലയോ? ഈച്ച് അതർ ഓർ നോട്ട്, തുല്യമാണോ അല്ലയോ എന്നാണ്. എംപ്ലോയ്മെന്റ് ആൻഡ് പബ്ലിക് പോളിസി തുല്യമാണോ അല്ലയോ? ഇനി ഏത് സെലക്ഷൻ പ്രോഗ്രാമുമായിട്ട് നോക്കുമ്പോഴാണ് കേട്ടോ അതിനെ ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ആർ ദ വേജ് ലെവൽ, എംപ്ലോയി ബെനിഫിറ്റ്, ദ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻ എംപ്ലോയി വിത്തിൻ ദ ഓർഗനൈസേഷൻ ഗുഡ് ഇനഫ് ടു ബി ഏബിൾ ടു അട്രാക്ട് ആൻഡ് സസ്റ്റെയിൻ ഗുഡ് എംപ്ലോയി. അവിടുത്തെ ഒരു ക്വസ്റ്റ്യനാ. വേജ് ലെവൽ, അവർക്കുടെ കൂലി, എംപ്ലോയിയുടെ ബെനിഫിറ്റ്, ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, എംപ്ലോയിയുടെ സംതൃപ്തി, ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയിയുടെ ബെനിഫിറ്റ്, അവർക്കുടെ വേജ്, കൂലികള്, ഇതൊക്കെ എന്താ? ഗുഡ് ഇനഫ് ടു ഏബിൾ ടു അട്രാക്ട് ആൻഡ് സസ്റ്റെയിൻ എംപ്ലോയി. എംപ്ലോയിനെ ആ സ്ഥാപനത്തില് ആകർഷിക്കുന്നതിനും അവിടെ അവർക്ക് നിലനിർത്തുന്നതിനും ഏബിൾ, പ്രാപ്തമാണോ അല്ലെങ്കിൽ അത് ഓക്കെ ആണോ എന്നുള്ള, ജീവനക്കാരെ സംരക്ഷിക്കാനും നിലനിർത്താനും അത് പര്യാപ്തമാണോ? ഇതൊക്കെ നമ്മൾ ഈ ഒരു സെലക്ഷൻ പ്രോഗ്രാം അനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഗൈഡ് ലൈൻ ആണ്. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞേക്കണേ കേട്ടോ. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. ചെയ്യുന്നൊന്നും ക്വസ്റ്റ്യൻ അങ്ങനെ നമുക്ക് എക്സാമിന് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ആ ലെറ്റർ ആണ്. അതും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഒരു സാമ്പിളാണ് തന്നിട്ടുള്ളത്. പിന്നെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, ആ കരാറാ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാ വരുന്നത്? ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ പറയേണ്ടതാട്ടോ. എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. പേ പറയണം, റേറ്റ് ഓഫ് പേ, നമ്മൾ ശമ്പള നിരക്ക് പറയണം. പിന്നെ എത്ര വർക്കിംഗ് അവേഴ്സ് പറയണം, അവേഴ്സ് ഓഫ് വർക്ക്. പിന്നെ ആ കോൺട്രാക്റ്റിന്റെ കാലാവധി പറയണം, ലെങ്ത് പറയണം, എത്ര നാളത്തേക്ക് എന്നുള്ളത്. പിന്നെ ഹോളിഡേകൾ എത്ര ഉണ്ട്, സിക്ക് ലീവുകളുടെ കാര്യങ്ങള് ആ കരാറിൽ വ്യക്തമായിട്ട് പറയണം. പിന്നെ ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, ആ ജോലി അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. പിന്നെ അടുത്തതാണ് നമ്മൾ സെലക്ഷൻ പ്രോസസ്സിന്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്താണ് മെയിൻ എയിം എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഡെഫിനിഷനും ആണ് അവിടെ പറഞ്ഞിരുന്നത് കേട്ടോ. സെലക്ഷൻ പ്രോസസ്, ഡെയിലി സ്പീച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അതും അത്രയാണ്. പിന്നെ നമ്മൾ ആ സെലക്ഷൻ പ്രോഗ്രാമിനെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ പറഞ്ഞിരുന്നത്. അത് നമുക്കൊരു നല്ലൊരു ഗൈഡ് ലൈൻ, ഒരു രൂപരേഖ നൽകുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.